ഓം ശ്രീ ഗുരവേ നമഃ. അജിത് സിപിയുടെ കാവ്യാലാപനത്തോടെ ധന്യമായ ഈ സദസ്സ് സ്വാഗതം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മലയാള ഭാഷകൻ ഗുരുവേ, പിതാവേ, അങ്ങേക്ക് പാദപ്രണാമം. ഭാഷ എഴുത്തായി ഉയിരാർന്നവനെ, ഉടലാർന്നവനെ, പരമപുണ്യമേ, അങ്ങ് പിറന്ന ഭൂവിത് കാവ്യദേശാടക തീർത്ഥക്കുളം. മുങ്ങി നിവർന്ന് ഉത്സവമാക്കുന്നു ജീവിതത്തെ ലോകമിവിടെ. തുഞ്ചൻ്റെ ഈ മണ്ണിൻ ഭാവന സഫലമാക്കുവാൻ കാലം കനിഞ്ഞു നൽകി ഭാഷയിൽ നാലുകെട്ടുയർത്തിയ പെരും തച്ചനെ. ആ ഭാഷാ വരസുഹൃതത്തിന് MT എന്നല്ലോ നാമധേയം. നമിപ്പൂ ഞങ്ങൾ അങ്ങയെ, ഈ കാവ്യ തപോധന ഭൂമിയെ പോറ്റിയ കർമ്മയോഗിയെ. MT ഇല്ലാതില്ലൊരു കാലം മലയാള മാനസത്തിൽ. അങ്ങ് അക്ഷര ചിരഞ്ജീവി, ഭാഷാ വ്യാസഭാരത ചരിതൻ. അങ്ങേക്ക് സമർപ്പിതം ഈ തുഞ്ചനുത്സവം. അങ്ങയെ സ്മരിക്കുവാൻ, ഭാഷണം ചെയ്യുവാൻ ഭാഷാപിതാവിൻ പരമ്പരയിലെ മറ്റൊരക്ഷര ധനികനിവിടെ. ആചാര്യ ജീവിത തീക്കടൽ കടഞ്ഞ് അങ്ങ് തിരുമധുരമേകി മുമ്പ് ഞങ്ങൾക്കായി. ആത്മബോധവും ശാസ്ത്രബോധവും ഇരുചിറകാക്കിയൊരക്ഷരഗരുഡൻ. ഗീതാദർശന മുനിമാനസൻ. സരള മിത മധുരമൊഴിയാമങ്ങേക്ക് സുസ്വാഗതം. കാലത്തിൻ മുൻപേ പറക്കും ദീർഘദർശിയാമങ്ങേക്ക് ഹൃദയ സ്വാഗതം. MT ഉത്സവം ധന്യമാക്കാൻ വേദിയിലിരിക്കും, സദസ്സിലിരിക്കും സകല സഹൃദയർക്കും, എഴുത്തുകാർക്കും, കലാകാരന്മാർക്കും ആത്മനമസ്കാരം, ആത്മാർത്ഥ സ്വാഗതം. തുഞ്ചൻ MT ഉത്സവത്തിന് എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും, ഇവിടെയുള്ള ഓരോ പ്രമുഖരായ വ്യക്തികൾക്കും, സാധാരണക്കാർക്കും, എഴുത്തുകാർ ബെന്യാമിൻ സർ, മണമ്പൂർ രാജൻ ബാബു സർ, വൈശാഖൻ സർ, ശ്രീയേട്ടൻ, അങ്ങനെ ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തർക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം. അനാദിയായ ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട വൈശാഖൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സദസ്സ് എന്നെനിക്കറിയാം. ഇവിടെ വന്ന് നിവർന്നു നിന്ന് എന്തെങ്കിലും പറയാൻ കഴിയാത്ത വിധം വലതു കാലിൻ്റെ ആംഗിളിന് ഒരു സ്പ്രെയിൻ വന്നിട്ടുള്ളത് കൊണ്ട് ഇരുന്ന് പ്രസംഗിക്കുക എന്ന ഒരു വേണ്ടാധീനം വേണ്ടി വന്നിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഞൊണ്ടിയാണെങ്കിലും ഉരുണ്ടാണെങ്കിലും ഇവിടെ വരാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രമാത്രം വേദനയുണ്ട് കാലിൽ എന്ന കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എന്തായാലും ഇവിടെ വന്ന ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാനൊരു അവസരമുണ്ടാക്കാൻ ഉത്സവം സംഘടിപ്പിച്ചവർക്കും അതിനുവേണ്ടി പാടുപെട്ടവർക്കും ആത്മാർത്ഥമായി എൻ്റെ ആദരം ആദ്യമായി സമർപ്പിക്കട്ടെ. നോമ്പ് ദിവസമായി രാവിലെ ഇവിടെ വന്നെത്തിയ എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം. ഞാനിന്ന് രാവിലെ പത്രം നോക്കിയപ്പോൾ
ഭീകരമായ ഒരു കൊലപാതക വാർത്ത. ഒരു കുട്ടിയെ കൊന്നിരിക്കുന്നു, മറ്റു പലരൊക്കെയും കൂടി. കൊന്നവരും കുട്ടികളാണ്. കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ എത്ര ആളുകളെയാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസം. എത്ര അരുതായ്മകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് ഓർമ്മ വയ്ക്കാൻ പുറപ്പെട്ടാൽ പിന്നെ മറ്റൊന്നും ഓർമ്മയിൽ വയ്ക്കാൻ നേരമുണ്ടാവില്ല എന്നുള്ളത് ഒരു സത്യം. പ്രായമാകും തോറും ഈ ലോകം, കേരളം, ഇന്ത്യ നന്നായി വരുന്നു എന്ന ഒരാശ്വാസം അനുഭവിക്കാനുള്ള ഭാഗ്യം എന്നെപ്പോലെ അവൾക്ക് ഇല്ലാതെ പോകുന്നു എന്ന ഒരു ദുഃഖസത്യം, അത് വല്ലാതെ വേദനയുളവാക്കുന്ന ഒരു കാര്യമാണ്. എന്ത് പറ്റി നമുക്ക് എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്ന ഉത്തരം, നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് അവരുടെ മുന്നിലുള്ള മാതൃക ശരിയല്ല എന്നും മാതൃക എന്നൊന്ന് ഇല്ല എന്നും ആണ്. വല്ലാത്തൊരു അഭാവമാണ് അത്. നമുക്കൊക്കെയുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിലെന്തെങ്കിലും അരുതായ്മയുണ്ടോ എന്ന് ആലോചിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ആളുകൾ വരും. അവർ നമ്മുടെ മാതൃകകൾ ആണ്. നമ്മൾ രണ്ട് കാര്യം ചിന്തിക്കും. ഒന്ന്, ഈ മാതൃകകൾ, നമ്മൾ ഈ കാര്യം ചെയ്താൽ എന്താണ് നമ്മളെപ്പറ്റി വിചാരിക്കുക എന്നത്. പിന്നൊന്ന്, നമ്മുടെ സ്ഥാനത്ത് അവരായിരുന്നുവെങ്കിൽ അവരിത് ചെയ്യുമായിരുന്നോ എന്ന്. ഈ രണ്ട് കാര്യവും ആലോചിക്കാൻ പറ്റിയ ഒരു മാതൃകയും ഈ കാലത്തെ പുതിയ തലമുറയ്ക്ക് ഇല്ല എന്ന ദുഃഖകരമായ സത്യം. അതിവിടെ മാത്രമൊന്നുമല്ല, ലോകത്ത് എവിടെയും ഉണ്ട് എന്ന് തോന്നണില്ല. അതുകൊണ്ട് എത്ര വിദ്യാഭ്യാസം സിദ്ധിച്ച ആളായാലും പോലും അരുതായ്മകൾ എന്ന ഒരു സംഗതി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് നേരെ. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആൾക്ക് ആദ്യം തന്നെ ഒരു മമ്മൂട്ടിയോ മോഹൻലാലോ ആവണം. അതെങ്ങനെയാണ് എന്ന കാര്യത്തിലൊരു നിർബന്ധ ബുദ്ധിയില്ല. അതിനെന്ത് ചെയ്യണം എന്ന കാര്യത്തിലും നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. എന്തും ചെയ്യാം, എങ്ങനെയും ആവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഠിച്ച് പണിക്കരായി, പഠിച്ച കള്ളനായി വലുതായി വരുന്നവർ നമ്മുടെ പ്രധാന അധികാര സ്ഥാനങ്ങളിലൊക്കെ പലയിടത്തും വന്നു ചേരുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ദുരന്തം കൂടി ഈ കണക്കിൽ പെടുത്തേണ്ട കാര്യമാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു, എൻ്റെ വീട്ടിലൊരു കാർത്തികേയനി എഴുത്തിണ്ടായിരുന്നു തറവാട്ടിൽ. അവർക്ക് കുറേ വിവാഹാലോചനകൾ വന്നിട്ട് സമ്മതിച്ചില്ല. പിന്നെ അമ്മായിമാരും കാരണവന്മാരൊക്കെ കൂടി വിചാരണ ചെയ്തപ്പോൾ എനിക്ക് അപ്പുണ്ണിയേട്ടനെ പോലെ ഒരാൾ മതി എന്നാണ് പറഞ്ഞത്. അപ്പുണ്ണിയേട്ടൻ അവരുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിനൊരു വിശേഷമൊന്നുമില്ല. അദ്ദേഹം ഒരു ടൈലറാണ്, നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിശേഷവിധിയായി സൗന്ദര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആയമ്മ പറഞ്ഞത്, അപ്പുണ്ണിയേട്ടന് 12 വിരലുണ്ട് എന്നാണ്. അപ്പുണ്ണിയേട്ടന് 12 വിരൽ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അപ്പുണ്ണിയേട്ടനെ പോലെ ഒരാൾ മതി. പക്ഷേ
അപ്പുണ്ണിയേട്ടനെ പോലെ 12 പേരിലുള്ള ആൾക്കാർ അധികം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് കാര്യം വിഷമം തന്നെ. എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുമ്പോൾ അയാൾ കരുതുന്നത് എനിക്ക് ബിൽ ഗേറ്റ്സ് ആവണം എന്നാണ്. ഇത്ര ബിൽ ഗേറ്റ്സിന് ഈ ഭൂമിയിൽ സ്ഥലമുണ്ട് എന്ന് ചോദിച്ചാൽ അധികം പേർക്കൊന്നും ഉണ്ടാവാൻ ഇടയില്ല. അപ്പോൾ പിന്നെ ഉള്ള ബിൽ ഗേറ്റ്സിനെ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ആവാൻ പോകുന്നവരെ കൊന്നിട്ടോ കൊല വിളിച്ചിട്ടോ എങ്ങനെയെങ്കിലുമാണ് എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കാൻ പോണത്. മാർഗമെന്ത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പുനരാലോചനയും സൗകര്യപ്പെടുത്തി തരത്തക്ക രൂപത്തിൽ ഒരു മാതൃകയും നമ്മുടെ മുന്നിലില്ല. കർമ്മരംഗത്തുമില്ല, ലക്ഷ്യരംഗത്തുമില്ല, ജീവിതത്തിൻ്റെ മറ്റു തുറകളിലും ഇല്ല. ഇപ്പം ഇങ്ങനെ മാതൃകകൾ ഇല്ലാതായി പോയതുകൊണ്ട് ലക്ഷ്യവും മാർഗവും ഒരുപോലെ വികലമായി തീർന്ന വല്ലാത്തൊരു അനഭ്യസ്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളൊക്കെ വാസുവേട്ടൻ എന്ന് വിളിക്കുന്ന MT ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു ചോദ്യം ഇതാണ്: അദ്ദേഹം നമുക്ക് എന്ത് തരം മാതൃകയാണ് തന്നിട്ട് പോയത്? അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം ഇല്ലാതായതിനു ശേഷം ഈ സ്മാരകത്തിലേക്ക് ആദ്യമായാണ് ഞാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്. പക്ഷേ നമുക്കിവിടെ ഉള്ളവർക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയും മനസ്സുകൊണ്ട്. അദ്ദേഹം ഇന്ന് ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരമില്ല എന്ന് മാത്രമാണ് നാം ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയം വേണം ഈ സെമിനാറിന് എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുമാർ ആവശ്യപ്പെട്ടപ്പോൾ MT ഉള്ളതും ഇല്ലാത്തതും എന്നൊരു വിഷയം ഞാൻ നിർദ്ദേശിച്ചത് ഈ അർത്ഥത്തിലാണ്. MTയുടെ നിര്യാണത്തോടു കൂടി എന്താണ് ഇല്ലാതായത്, എന്താണ് ഉള്ളതായി ശേഷിക്കുന്നത് എന്ന ചിന്ത വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഉള്ളിലുള്ള MTയെക്കുറിച്ച്, ഉണ്ടായി വികസിച്ചു വന്ന വാസുവേട്ടനെക്കുറിച്ച് എനിക്കറിയാവുന്നത് എന്ത് മാതൃകയാണ് ഞാൻ കൈക്കൊണ്ടത് അതിൽ നിന്ന് എന്ന് എനിക്കാവും വിധം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏതാണ്ടൊരു 12 വയസ്സുള്ള കാലത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ആദ്യമായിട്ട് കാണുന്നത്. 13 വയസ്സായിട്ടുണ്ടാവും. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിലെ കഥയല്ല, അതിലെ ഭാഷ, അതിലെ ആർജവം, അതിലെ ഊർജം, ഈ 3 കാര്യങ്ങൾ. അതിനു മുൻപ് കഥകൾ എഴുതി എന്നെ ആകർഷിച്ച ആൾ PC കുട്ടിക്കൃഷ്ണനായിരുന്നു. ഉറൂബ് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വരാറുള്ള ഒരാളായിരുന്നു, കുടുംബ സുഹൃത്തായിരുന്നു. കുട്ടികൃഷ്ണേട്ടൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മാച്ചു എന്ന കൃതി, അത് ആ കാലത്താണ് പുറത്തു വരുന്നത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. ഈ ഉമ്മാച്ചു വായിക്കാൻ വളരെ ആവശ്യം, ഉത്സാഹം, മോഹം. അത് ചമ്രവട്ടത്തേക്ക് വരുന്നത് തിരൂരിൽ നിന്ന് ചമ്രവട്ടത്ത് ഏതാണ്ട് 8 മണിക്ക് എത്തുന്ന ഒരു ബസ്സിലാണ് ആഴ്ചപ്പതിപ്പ്. അത് ചമ്രവട്ടം കടവത്ത് വന്ന് നിന്ന് ഇറക്കി ഇത് അഴിച്ച് ഏജൻ്റ് ഒരാളുണ്ട്, അയാൾ വീട്ടിലേക്കുള്ള കോപ്പി എനിക്ക് തരും. അത് അവിടെ നിന്നിട്ട് ഉമ്മാച്ചു വായിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുക. ബുധനാഴ്ചയാണത്. അപ്പോൾ ബുധനാഴ്ച രാവിലെ സ്കൂളിലെത്താൻ വൈകി തുടങ്ങി. ആദ്യത്തെ പീരീഡ് ഏതാണ്ട് കഴിയാറാവും.
ആദ്യത്തെ പീരീഡ് ക്ലാസ് മാസ്റ്റർ കൂടിയായ മലയാള അധ്യാപകൻ്റെ പീരീഡാണ്. അദ്ദേഹം സാമാന്യം ഭംഗിയായി ശിക്ഷിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ വളരെയേറെ ഈ പറഞ്ഞ പോലെ ഒരു മാതൃകാ സ്ഥാനത്തിരിക്കുന്ന അധ്യാപകനാണ്. എന്നെ ഒരുപാട് തല്ലിയത് കൊണ്ടല്ല, തല്ലാത്തത് കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ബുധനാഴ്ച ഞാൻ വൈകി ചെന്നപ്പോൾ എന്നെ ഒന്ന് ഊന്നി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അടുത്ത ബുധനാഴ്ച എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞു. മൂന്നാമത്തെ ബുധനാഴ്ച അദ്ദേഹം നേരെ എന്നെ ക്ലാസ്സിനുള്ളിലേക്ക് കയറ്റിയിട്ട് കൈ നീട്ടാൻ പറഞ്ഞു. 2 അടിയാണ്, ഉഗ്രമായ അടിയാണ് ചൂരലും. എന്നിട്ട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. വൈകി ചെന്നതിനാണെന്ന് എനിക്കറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ വൈകിയത് വരാൻ? അപ്പോഴേ കാരണം ചോദിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മാച്ചു. ഏതാണടാ ഈ ഉമ്മാച്ചു? ചൊട്ടയെന്ന് പോകുന്നതിന് മുമ്പ് ഉമ്മാച്ചിയൊക്കെ ആയോ എന്ന് പറഞ്ഞ് 2 അടി കൂടി തന്നു. അത് ചെകിടത്താണ്. പുറത്ത് തന്നെ നിർത്തി. വൈകുന്നേരം വരെ ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ഈ മുഖമൊക്കെ ക്ഷീണിച്ച് വിളറി സങ്കടപ്പെട്ട് ഞാൻ ചെന്നപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചു. എന്താ നടക്കണ്ട, എന്താ ഉണ്ടായേ? അപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? നോക്കാം, ഞാൻ ചോദിക്കാം. ആ കുട്ടികൃഷ്ണൻ അങ്ങോട്ട് വരട്ടെ. ഈ കണ്ണി കണ്ട കള്ളക്കഥയൊക്കെ എഴുതി ഈ കുട്ടികളെ വിഷമിപ്പിച്ച് തല്ല് വായിക്കുകയാണോ എൻ്റെ ജോലി? ഞാൻ ചോദിക്കാം. അപ്പോൾ ഉറൂബിന് മുത്തശ്ശിയുടെ ചെല്ലപ്പെട്ടിയിലെ വാസന പുകയില വലിയ ഇഷ്ടമാണ്. അവിടെ അമ്മ പാചകം ചെയ്യുന്ന സ്വാദുള്ള ഭക്ഷണവും ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് മൂപ്പരുടെ സാമാന്യമായ ലക്ഷ്യങ്ങൾ. അപ്പോൾ മുത്തശ്ശി പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കരുത്, കുട്ടീഷിൻ്റെ അടുക്ക പോയിരിക്കരുത്. സംസാരിക്കുമ്പോൾ ഈ 2 പല്ലിൻ്റെ ഇടയ്ക്കൊരു വിടവുണ്ട്, വായിൽ മുറുക്കാനും ഉണ്ടാവും. അതുകൊണ്ട് ഷർട്ടിട്ട നേരാണെങ്കിൽ അടുത്ത് ചെല്ലണ്ട എന്നാണ് മുത്തശ്ശിയുടെ ഒരു താക്കീത്. അപ്പം ഞങ്ങൾ അല്ലെങ്കിൽ അടുത്തേക്ക് പോകാറില്ല. പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അടുത്ത ബുധനാഴ്ച ഇതുപോലെ ഞാൻ വൈകാതെ നോക്കി. അന്ന് പുസ്തകം വായിക്കാതെയാണ് പോയത്. ഞാൻ മാസ്റ്റർ വന്ന ഉടനെ എന്നെ എണീപ്പിച്ച് നിർത്തി വിളിച്ചു. നിനക്ക് പറയായിരുന്നില്ലേ ഉമ്മാച്ചു നോവൽ വായിക്കാൻ നിന്നതാണെന്ന്, നീ എന്തേ അത് പറയാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കഥ മാസ്റ്ററോട് ആരാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത്, അന്ന് തലേന്നാൾ ഇവിടെ വന്നപ്പോൾ PC മാമനോട് മുത്തശ്ശി ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, ഈ നേരത്തെ ചോദിച്ച ചോദ്യം, എടോ കള്ളക്കുട്ടി കൃഷ്ണ, താൻ ഈ വേണ്ടാത്ത കഥകളൊക്കെ എഴുതി മക്കളെ കൊണ്ട് വായിപ്പിച്ച് സ്കൂളിൽ ചെല്ലാൻ നേരം വൈകിച്ച് തല്ല് വായിക്കുന്ന പരിപാടി ഉണ്ടോ തനിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അടിയുടെ കണക്കൊക്കെ പറഞ്ഞു കൊടുത്തു. മാഷും ഇദ്ദേഹത്തിന് മാഷെ അറിയാവുന്നതുകൊണ്ട് പൊന്നാനി പോയപ്പോൾ അവിടെ പോയി മാഷെ കണ്ടപ്പോൾ ഈ കഥയൊക്കെ മാഷക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാഷ് അങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്നർത്ഥം. അപ്പം അങ്ങനെ ഒരു മാതൃകയായിട്ട് ഈ നർമ്മം എന്നതും പ്രസന്നത എന്നതും പ്രസാദാത്മകത എന്നതും എങ്ങനെയാണ്, എത്രത്തോളമാണോ എന്ന എഴുത്തിൽ എനിക്ക് കാണിച്ചു തന്ന ഒരാളാണ് PC കുട്ടികൃഷ്ണൻ. അപ്പോൾ അതൊരു മാതൃക എഴുത്തിൻ്റെ കാര്യത്തിൽ. രണ്ടാമത് വന്ന മാതൃകയാണ് വാസുവേട്ടൻ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വളരെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ മാതൃഭൂമി ഓഫീസിൽ ചെന്നിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം എന്നെ കണ്ടില്ല. അവിടെ അന്ന് മാതൃഭൂമി ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ കാൽപാദങ്ങൾ കാണാവുന്ന 2 പേരുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അവിടെ കയറി ചെന്നിട്ട്. അപ്പോൾ ഈ 2ാം നിലയിലാണ് എനിക്ക് പോകേണ്ടത്. എൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ അവിടെയുണ്ട്, അദ്ദേഹത്തെ കാണാനാണ് പോണത്. അപ്പോൾ ഈ ഒന്നാമത്തെ നിലയിലേക്ക് താഴത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാഫ് ഡോറിൻ്റെ അടിയിൽ കൂടെ 2 കാലുകൾ കാണാം. ആളെ കാണില്ല.
ആ 2 കാലുകൾ കുട്ടിക്കൃഷ്ണന്മാരാരുടെയാണ്. അദ്ദേഹത്തിൻ്റെ മുറി അവിടെയാണ്, പ്രൂഫ് റീഡറാണ്. അടുത്ത 1ാം നിലയിൽ ചെല്ലുമ്പോൾ നേരെ മുമ്പിൽ ഒരു ഹാഫ് ഡോർ കാണാം. ഇതുപോലെ അതിൻ്റെ അടിയിൽ, ഈ മേശയുടെ അടിയിലുള്ള ചവിട്ടുചാരിൽ കയറ്റി വെച്ച 2 കാലും ഒരു 2ാം മുണ്ടിൻ്റെ അറ്റവും കാണാം. അത് എംപ്റ്റിയാണ്. അപ്പോഴും മുഖം കാണില്ല. ഇങ്ങനെ ഈ 2-4 കാലുകൾ കണ്ടിട്ട് വേണം, നമസ്കരിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോവാൻ. വളരെ കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ നേരിൽ കാണാൻ പറ്റുന്നത്. അതും ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു മത്സരം നടത്തി എനിക്ക് സമ്മാനം തന്നതിന് ശേഷമാണ്. ആ സമ്മാനം തന്നപ്പോൾ അന്ന് അത് അവിടെ വാങ്ങാൻ ചെന്നപ്പോൾ ഡോക്ടർ എൻ വി കൃഷ്ണവാര്യരാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതിന് മുൻപ് ഈ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഒറ്റ വരി കത്ത് എനിക്ക് അയച്ചിരുന്നു വാസുവേട്ടൻ. അഭിനന്ദനങ്ങൾ എന്ന ഒറ്റ വാക്കാണ് അത്, ഒരു ഒപ്പും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കണ്ടിട്ടില്ല, അന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നോട് മാഷ് പണ്ട് ചോദിച്ച പോലെ അത്ര തന്നെ, ഒരു വിശേഷവും സംസാരിക്കേണ്ടായില്ല. പിന്നെ ആ പരിചയം കുറച്ചും കൂടി വികസിച്ചു. അദ്ദേഹം എനിക്കൊരു അജ്ഞാതവാസം വേണം എന്ന് പറഞ്ഞ് എനിക്കൊരു കത്തയച്ചു കൊടൈക്കനാലിലേക്ക്. എന്തിനാണ് ഏതിനാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ അപ്പുറത്ത് ഒരു ബംഗ്ലാവ് റെൻ്റ് ചെയ്തെടുത്ത് വെച്ചു. അദ്ദേഹം വന്നില്ല. പക്ഷെ അദ്ദേഹം നൈനിറ്റാളിലേക്ക് പോയി, ഡെറാഡൂണിൽ അങ്ങോട്ട് പോയി. പിന്നെ വളരെ കാലത്തിന് ശേഷം ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാലത്തിന് ശേഷം, കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ബന്ധങ്ങൾ തുടരുന്നത്. ഞാനും നാട് വിട്ടു പോയി, നാട്ടിലില്ലാത്ത അവസ്ഥ വന്നു. അവസാനം എൻ്റെ മാതൃകയെ എനിക്ക് ആദരിക്കാൻ കിട്ടിയ ഒരവസരം, ഈ മൂർത്തി ദേവി പുരസ്കാരം അനൗൺസ് ചെയ്തിട്ട് എന്നോട് അവർ ചോദിച്ചു, ഈ സമ്മാനം ആരിൽ നിന്നാണ് വാങ്ങാൻ ഇഷ്ടം, ഇവിടെ വെച്ചാണ് സ്വീകരിക്കാൻ സൗകര്യം? രണ്ടിനും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉത്തരം, ഇത് സ്വീകരിക്കാനുള്ള സ്ഥലം തുഞ്ചൻ പറമ്പ് സ്മാരകമാണ്. ഇത് സ്വീകരിക്കാൻ എനിക്കിഷ്ടപ്പെട്ട ആൾ MT വാസുദേവൻ നായർ എന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല, സമ്മതം ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് സൗകര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ലീലാകൃഷ്ണനോട് പറഞ്ഞു, ലീലാകൃഷ്ണ വാസുവിനോടും ചോദിക്കണം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ലീലാകൃഷ്ണൻ വിളിച്ച് സംസാരിച്ചിരിക്കണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിനെന്താ സംശയം, അന്വേഷിക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങോട്ട് വന്നാൽ പോരെ? അതാണ് എൻ്റെ ഒരു വാഴ്ത്ത. അപ്പം അങ്ങനെ ഈ മാതൃകയെ ആദരിക്കാൻ ഒരു ചെറിയ അവസരം കൂടി എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ പറയാം, എന്തായിരുന്നു അദ്ദേഹം എനിക്ക് തന്നിട്ട് പോയ നിർദ്ദേശങ്ങൾ പറയാതെ എഴുത്തിലൂടെ. ഒന്ന്, നിൻ്റെ പരിസരത്തോട് സത്യസന്ധത പുലർത്തുക. എഴുത്തിൻ്റെ കാര്യത്തിൽ നിൻ്റെ പരിസരത്തോട് സത്യസന്ധത പുലർത്തുക. നിൻ്റെ സമൂഹത്തോട്, ചുറ്റുപാടുകളോട്, നിൻ്റെ ആലശീലായ്മകളോട്, ഇല്ലായ്മകളോട്, വല്യായ്മകളോട്, എല്ലാത്തിനോടും വളരെ കാര്യമായ സത്യസന്ധത പുലർത്തുക. ഒന്നാമത്തെ കാര്യം. അതിൽ മായം ഉണ്ടാകരുത് എന്ന ദാക്ഷിണ്യമില്ലാത്ത സൂചന. അപ്പോഴതിന് കരുത്തുണ്ടാവും എഴുത്തിന്. രണ്ടാമത്തെ കാര്യം, ഭാഷയോട് വളരെയേറെ ആദരവ് പുലർത്തുക. അനാവശ്യമായി വാക്കുകൾ ഉപയോഗിക്കരുത്. ഒരു വാക്കിന് അതവിടെ ഇല്ലാതിരുന്നാൽ നഷ്ടമാകുമായിരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലാതെ അതിനെ അവിടെ വയ്ക്കരുത്. ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വായിച്ചെടുത്ത കാര്യങ്ങളാണ്. വാചകങ്ങൾ കൊണ്ട് അധികം ഒരിക്കലും എന്നോടിത് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, കഴിയുന്നത്ര വായിക്കുക എന്നതാണ്. റീഡിങ് മേക്കത്ത് മാൻ എന്ന് പറയുന്നതിനേക്കാളേറെ
റീഡിങ് മേക്കത്ത് എ റൈറ്റർ എന്നുള്ളതാണ് ശരി എന്ന് ഓർക്കുക. അത് പഴയതും പുതിയതും ഒരുപോലെ വായിക്കുക. ഇത് വാച്യമായി തന്നെ എന്നോട് പറഞ്ഞ മറ്റൊരു മാതൃകയാണ് ഈ പറഞ്ഞതുപോലെ PC കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന കുറുപ്പ്. ഞാനിങ്ങനെ ആദ്യം ഒരു നോവൽ എഴുതി അതിനൊരു സമ്മാനം കിട്ടി. അത് ആ ആണ്ടിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. നാട്ടിലെ അക്കാഡമി അവാർഡ് തന്നെ അതിന് കിട്ടി. അങ്ങനെ ഞാനൊരു ചക്ക വീണപ്പോൾ മുയലിനെ കിട്ടിയ പോലെ ഒരു വലിയ ആളായി. ഞാനൊരു മഹാനാണെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുന്ന ഒരു കാലത്താണ് ഒരു ദിവസം ഇതുപോലെ PC മാമ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒന്ന് കോഴിക്കോട്ടേക്ക് വാ, നിനക്ക് ഞാനൊരു ലേഖനം എഴുതി വായിക്കാനുള്ള അവസരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം റിട്ടേൺ വേർഡ് എന്ന് പറയുന്ന ആകാശവാണിയുടെ ചുമതലക്കാരനാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ റിട്ടേൺ വേർഡൊക്കെ കഴിഞ്ഞു, അത് റെക്കോർഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ മുറി കൊണ്ടിരുത്തി. എന്നിട്ടൊരു ചായയൊക്കെ തന്നിട്ട് വാതിലടച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എന്നോട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എന്നെപ്പോലെ എഴുതാൻ നീ വേണ്ട, എന്നെപ്പോലെ എഴുതാൻ ഞാൻ മതി. നിനക്ക് ഏതാണ്ടൊക്കെ സയൻസോ എന്തൊക്കെയോ കയ്യിലില്ലേ, അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ലേ, എന്തിനാ ഞങ്ങളൊക്കെ പോകുന്ന വഴിക്ക് വരേണ്ടത്? ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസാദാത്മകത കഴിയുന്നത്ര അനുകരിക്കാൻ ശ്രമിച്ചിട്ടാണ് ആദ്യത്തെ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം, അദ്ദേഹത്തിനും അറിയാം. ലോകത്തിനറിയുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതാണ് ശരി. രണ്ടാമത്തെ കാര്യം, നീ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? എഴുത്തച്ഛൻ്റെ ഭാരതം? എടോ അതല്ല, വ്യാസൻ്റെ ഭാരതം വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല. എന്നാൽ ഇനി അത് ഒരാവൃത്തിയെങ്കിലും വായിക്കാതെ ഒരക്ഷരവും എഴുതാൻ പാടില്ല. മനസ്സിലായോ? നല്ല കാര്യമല്ലേ? എവിടെയോ പോയി എന്തോ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഓഫീസിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഈ മഹാഭാരതം വായിക്കുക എന്നാലോചിച്ചാൽ അവിടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ളത് 18 മണിക്കൂറും ജോലി ചെയ്തിട്ടും പണി തീരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇത് ഇത്തിരി പ്രയാസമായാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, ഇതാ എഴുതേണ്ട അത്രയല്ലേ ഉള്ളൂ, എനിക്കെന്താ വേറെ ബുദ്ധിമുട്ട് എഴുതാണ്ടിരുന്നാൽ പോരെ. ഇത് വായിക്കില്ല എഴുതും വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്നോട്. ഞാൻ പറഞ്ഞു, അത് മഹാഭാരതം ഗദ്യഭാരതം എന്ന വിദ്വാൻ പ്രകാശത്തിൻ്റെ ഒരു പരിഭാഷയുണ്ട്. ചെറിയ പുസ്തകങ്ങളായിട്ടാണ് അച്ചടിച്ചിട്ടുള്ളത്, എങ്കിലും കിട്ടാനുണ്ട് വേണമെങ്കിൽ. ഇനി അതല്ലെങ്കിൽ തനിക്ക് എന്താ ഈ വ്യാസഭാരതം വായിച്ചാൽ അത്ര കുഴപ്പം? തനിക്ക് അത്യാവശ്യം സംസ്കൃത അക്ഷരക്കാരോ കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. 2 കാര്യം നടക്കും, സംസ്കൃതവും പഠിയും ഭാരതവും വായിക്കാം. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നത് അദ്ദേഹമാണ് വായനയുടെ കാര്യത്തിൽ മറ്റൊരു ഡയമെൻഷൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. വാസുദേവൻ പറഞ്ഞത് ലോക സാഹിത്യത്തിലെ കൃതികളാണ്, പ്രത്യേകിച്ചും ആധുനിക കാലത്തെ കൃതികൾ. എങ്ങനെയാണ് പുതിയ തലമുറയിലെ എഴുത്തുകാർ കവിത എഴുതുന്നത്, നോവൽ എഴുതുന്നത്, നാടകം എഴുതുന്നത് എന്നതൊക്കെ സൂക്ഷിച്ച് നിരീക്ഷിക്കണം, വായിക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞു തന്നതാണ് വാസുദേവൻ. അപ്പോൾ എത്ര ആൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും അത് ഈ ജീവിതത്തിലിടയ്ക്ക് എത്രയാണ് ഉപകാരപ്പെട്ടതെന്ന് പറയാൻ ഒരു നിവൃത്തിയില്ല, അത്ര അളവറ്റതാണ് എന്നർത്ഥം. അതുകൊണ്ട് എന്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് MT വാസുദേവൻ നായർ എന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ജീവിത മാതൃക ആയിട്ടാണ്. ഒരു പുസ്തകം ഞാൻ എഴുതിയത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ഞാൻ കയറ്റി ഇരുത്തുന്ന ആളാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? ചുരുക്കത്തിൽ അത്രയേ ഉള്ളൂ കാര്യം. നിർത്തം ഞാൻ എഴുതിയത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാൻ കയറ്റി ഇരുത്തുന്ന എഡിറ്ററാണ് അദ്ദേഹം. ആ എഡിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഒരക്ഷരവും എടുത്തു മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലെത്തും അത് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിൽ എനിക്കും വിശ്വാസമുണ്ടായിരുന്നു. എഴുതുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, ഈ വാക്ക് ഇവിടെ എഴുതാവുന്നതാണോ, അത് എഴുതാവുന്നതാണോ എന്ന തീരുമാനത്തിൻ്റെ പുറകിൽ വരുന്ന പ്രാബല്യം ഈ പറയുന്ന മറ്റേ എഴുത്തിൻ്റെ പ്രാബല്യമാണ് എന്നർത്ഥം. അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതുതലമുറക്കാർക്ക് വായിച്ച് അടിയുറച്ച് നിന്ന് പൊറുക്കാൻ പഠിക്കാവുന്ന ഭാഷയും രചനയുമാണ് അദ്ദേഹത്തിൻ്റേത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള MTയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു.
അതുകൊണ്ട് എം ടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, കേൾക്കാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ രചനകൾ മുഴുവനായി വായിക്കുകയാണ് പുതിയ എഴുത്തുകാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർക്കശമായ ഒരു കാര്യമാണ് അത്. രണ്ടാമത്തെ കാര്യം ജീവിത മാതൃക എന്നുള്ളതാണ്. ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കക്ഷി എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സുകൊണ്ട് കരുതി കൂട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. അറിയാതെ ചവിട്ടി പോയിട്ടുണ്ടാവും. ഒരുപാട് തവളയെ ചവിട്ടി കൊന്നിട്ടുണ്ടാവാം, ജീവികളെ ചവിട്ടി കൊന്നിട്ടുണ്ടാവാം, നടന്നു പോകുമ്പോൾ ചെതലിനെയും ഉറുമ്പിനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം, ശരിയാണ്. പക്ഷേ തൻ്റെ മാർഗത്തിൽ തടസ്സമായി വന്നവരെ അല്ലാതെ എതിരാളി എന്ന അർത്ഥത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കടിക്കാൻ വരുന്ന പട്ടിയെ നമുക്ക് വെറുതെ വിടാൻ ഒക്കില്ല, നമ്മൾ കടിച്ചുകൊണ്ട് പോകും. വിഷപ്പാമ്പാണ് ഉപദ്രവിക്കാൻ വരുന്നതെങ്കിൽ ഒന്നുകിൽ അതിനെ തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ ഓടിപ്പോകണം. രണ്ടും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓടിപ്പോകുന്ന ഭീരുതമാണ്. അപ്പോൾ ആണത്തമുള്ള ആളാണെങ്കിൽ തല്ലിക്കൊല്ലാൻ പുറപ്പെടും എന്നർത്ഥം. ഇത് ക്രൂരതയാണ് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ തൻ്റെ എന്തെങ്കിലും സ്വകാര്യ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കുക എന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇത് രണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരുടെ മുമ്പിലും, ഒരാളുടെ മുമ്പിലും, രാജാവിൻ്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിലായാൽ പോലും ഞാനാണ് വാസുദേവൻ നായർ എന്ന് ഇരുത്തി നിവർന്ന് ഉച്ചരിക്കുക, വാക്കുകൾ നോക്കുക, പെരുമാറുക. അത് ആണത്തത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അദ്ദേഹമാണ് എനിക്ക് കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ആരും ആരുടെയും താഴെയല്ല, ആരുടെയും മേലെയാവാൻ ഇരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുമില്ല. വാസ്തവത്തിൽ എഴുത്തിൻ്റെ കാര്യത്തിൽ മേലെയായി പോയെങ്കിൽ അത് സർഗധനത എന്ന കാര്യം സ്വാഭാവികമായി കിട്ടിയ ഒരു ജീവിത വിശേഷമായതുകൊണ്ടാണ്. ഞാൻ ആരുടെയും മുകളിലാണ് എന്ന് കരുതാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ ആരുടെയും താഴെയല്ല എന്ന് കരുതാതിരിക്കാൻ കഴിയും. ആലോചിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ കാര്യം എന്താണെന്ന്. ഞാൻ ആരുടെയും മേലെയാണ്, ആരുടെയെങ്കിലും മേലെയാണ് എന്ന് കരുതാൻ എനിക്ക് കഴിഞ്ഞാൽ പലരുടെയും താഴെയും പലരും ഉണ്ടാവും എന്ന ആശയത്തോട് ഞാൻ സന്ധി ചെയ്യുകയാണ്. നേരെ മറിച്ച് ഞാൻ ആരുടെയും മേലെയല്ല എന്ന് കരുതാൻ കഴിയുമെങ്കിൽ വളരെ കൃത്യമായി ഞാൻ ആരുടെയും താഴെയല്ല എന്ന് കരുതാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം, മാതൃക എന്ന് പറയുന്നത്. ഈ മാതൃക നമുക്ക് സാധാരണഗതിയിൽ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. അദ്ദേഹത്തെ കണ്ടിനി പഠിക്കാനും വിഷമമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വരികൾക്കിടയിൽ വായിച്ചു പോയാൽ ഈ മൂന്ന് മാതൃകാ സവിശേഷതകളും നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഒരു പ്രയാസമില്ല. നാടകീയത എന്ന് പറയുന്ന കാര്യം എന്താണ് എഴുത്തിൽ എന്നതാണ്. അതിനാണ് നാലാമത്തെ മാതൃക. നോവലായാലും ചെറുകഥയായാലും തിരക്കഥയായാലും വെറും ഒരു പ്രഭാഷണമായാലും എന്താണ് നാടകീയത എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എഴുത്തിലെ നാടകീയത അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചാൽ മതി, പ്രത്യേകിച്ചും തിരക്കഥകൾ വായിച്ചാൽ മതി. എല്ലാ സാഹിത്യത്തിൻ്റെയും ആത്യന്തികമായ ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ കാതലായ കാര്യം, സത്ത് എന്ന് പറയുന്നത് ഈ നാടകീയതയാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. എവിടെയാണോ നാടകീയമല്ലാത്ത പരിണതികൾ ഉണ്ടാകുന്നത് അവിടെ വിരസതയാണ് ഫലം എന്ന അനുഭവം കൊണ്ട് നമുക്കറിയാം. എഴുതിയവർക്കറിയാം, വായിക്കുന്നവർക്കറിയാം. പ്രതീക്ഷിച്ച പോലെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് വിരസമായിട്ട് മാറിപ്പോകും. പ്രതീക്ഷിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുകയും പിന്നീട് നമുക്ക് അങ്ങനെയാണ് നടക്കേണ്ടിയിരുന്നത് എന്ന ബോധ്യം വരികയും ചെയ്യുമ്പോഴാണ് അവിടെ പുതിയൊരു രസനീയത ലഭ്യമാകുന്നത്. അങ്ങനെ എഴുത്തിൽ, സിനിമയിലായാലും വേണ്ടില്ല, നാടകത്തിലായാലും വേണ്ടില്ല, പുതിയ രസനീയതകൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഈ പറയുന്ന നാടകീയതയിലൂടെയാണ്. അപ്പോൾ നാടകീയത എന്താണ് എന്ന് അറിയേണ്ട ആൾക്കും
കൃത്യമായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ പിന്തുടരാൻ മാർഗമുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു മാതൃകയാണ് തുഞ്ചത്ത് ആചാര്യൻ്റെ മാതൃക. അത് ഒപ്പം തന്നെ കിട്ടിയത് കൊണ്ട് രണ്ട് ഗുണമുണ്ടായി. വാസുവേട്ടൻ എന്ന മാതൃകയുടെ വേരുകൾ എവിടെയാണ് എന്ന് എനിക്ക് എളുപ്പത്തിൽ കണ്ടുകിട്ടി. രണ്ട്, കുറെ കൂടെ ആഴത്തിലേക്ക് പോയി വ്യാപകമായ അർത്ഥത്തിൽ ഈ വേരുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതൊരു ഈ പറഞ്ഞ പോലെ രണ്ടും ഒരേ കാലത്താണ് രണ്ട് മാതൃകകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് രാമാനുജൻ എഴുത്തച്ഛനെ വായിക്കാം. അത് വായിച്ചവർക്ക് ഭാഷയുടെ അർത്ഥതലങ്ങൾ, പദബോധം, പദവിന്യാസത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് എഴുത്തുകാരൻ എന്തായിരിക്കണം എന്ന ബോധം. തൻ്റെ എഴുത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, അതിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊന്നും മറ്റൊരാൾക്കും അടിമപ്പെട്ടുകൂടാ എന്ന കർശനമായ നിഷ്ഠ പാലിച്ച ഒരാളായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതിനുവേണ്ടി തൻ്റെ ഉത്തമ ബോധ്യങ്ങൾക്ക് വേണ്ടി എഴുതുകയും അതിൻ്റെ പേരിൽ 2 വട്ടം കഴുത്ത് വെട്ടി ശിക്ഷിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ആളുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം എവിടെ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഓടിക്കയറി വന്ന് അതിനെ ഈ അവസ്ഥയിലാക്കാൻ വാസുവേട്ടൻ്റെ തോന്നിയതിൻ്റെ പുറകിലുള്ള ചോദന എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന വാസുവേട്ടൻ ആ പറഞ്ഞ ആചാര്യൻ്റെ മാതൃകയിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. പറയുന്ന മാതൃകകളുടെ ഒരു പാരമ്പര്യം നോക്കണം. സംശയമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അല്പം ബോധവാനായപ്പോൾ അഗ്രജൻ മമ സദാ മധുഷാം അഗ്രേ ശരൻ മൽ ഗുരുനാഥൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു എഴുത്തച്ഛൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. അദ്ദേഹമാണ് തുഞ്ചത്ത് എഴുത്തച്ഛനോട് പറഞ്ഞത്, അപ്പോൾ നീ ഒരിക്കലും ആയുധം എടുക്കരുത്. രണ്ടുപേരും ഒരുപോലെ ആയുധ പരിശീലനം നടത്തിയവരാണ്. അദ്ദേഹം മൂത്ത ജ്യേഷ്ഠൻ വെട്ടത്ത് രാജാവിൻ്റെ സൈന്യത്തിൽ പങ്കുചേർന്ന് അവസാനം ചുട്ടരിക്കപ്പെട്ട സമയത്തിന് ആ യാത്ര പോകുന്നതിന് മുൻപാണ് എഴുത്തച്ഛനെ വിളിച്ച് പറയുന്നത്, അപ്പുവിനെ വിളിച്ച് പറയുന്നത്, നീ ഒരിക്കലും ആയുധമെടുക്കരുത്. കാരണം നീ ആയുധമെടുത്താൽ ഈ വംശം മുടിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഒരിക്കലും ആയുധമെടുക്കരുത്. തന്നെയല്ല, ഈ ഭൂമിയിൽ ആരും ആയുധം എടുക്കരുത്. ഇങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് പഠിപ്പിക്കാതെ പഠിപ്പിച്ചു തന്ന, പറയാതെ പറഞ്ഞു തന്ന ഒരു മഹാഗുരുനാഥൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതും ഒരു ഗുരുത്വ മാതൃക മനസ്സിലില്ലാത്തത് കൊണ്ട് അബദ്ധത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്ന, നശിച്ചു പോകുന്ന ഒരു തലമുറയുടെ നടുക്ക് നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്കുള്ള മാതൃകകളെ ചൂണ്ടിക്കാണിച്ച് പൊക്കിപ്പിടിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന ഒരു മോഹം കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. അതിന് പറ്റിയതാണ് ഇന്നോ നാളെയോ മറ്റന്നാളോ അടുത്ത കൊല്ലമോ അടുത്ത നൂറ്റാണ്ടിലോ ഈ വേദി എന്നുള്ളത് കൊണ്ട് ഇത് ചിരഞ്ജീവിയാവണം എന്നൊരു മോഹം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഏതായാലും ഭരിക്കുന്ന സർക്കാരും നാട്ടുകാരും കുറേയേറെ ഉത്തമ സുഹൃത്തുക്കളുമൊക്കെ കൂടി ഇങ്ങനെയൊരു മഹാകാര്യം സാധിപ്പിച്ച് നടത്തിക്കൊണ്ടു പോകുന്നതിൽ എനിക്കുള്ള സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരുപാട് സമയം ഞാൻ എടുത്തു എന്ന് തോന്നുന്നു. എൻ്റെ ഈ അധിക പ്രസംഗത്തിന് എന്നോട് നിരുപാധികം ക്ഷമിക്കണം എന്ന് വാസുവേട്ടൻ ഉൾപ്പെടെയുള്ള ഗുരുനാഥന്മാരോടും മാതൃകകളോടും എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും വളരെ വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.